അതെ, ഈ സ്മാർട്ട് മണി പ്രോ ഇൻഡിക്കേറ്ററും സ്കാനറും ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കണ്ട, നിർത്തിക്കോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ക്രീനിലേക്ക് പോവാം. ഈ SMC സ്കാനർ റിസൾട്ട് നോക്കിയേ. ഞാൻ ഈ കാണിക്കുന്ന റിസൾട്ട് എല്ലാം മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയ സമയത്താണ്, അപ് ട്രെൻഡ് ആയ സമയത്തല്ല. അപ് ട്രെൻഡ് സമയത്ത് എല്ലാ സ്റ്റോക്കും കയറിപ്പോകും. പക്ഷെ ഞാൻ ഈ കാണിക്കുന്നത് ഡൗൺ ട്രെൻഡ് സമയത്താണ്. ഈ കാണുന്ന നിഫ്റ്റി ചാർട്ടിൽ കഴിഞ്ഞ 27-ാം തീയതി മുതൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെന്ന്. പക്ഷെ അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സ്വിംഗ് എൻട്രികൾ കിട്ടിയിരുന്നു. ഒരു ട്രേഡർക്ക് ചാർട്ട് റീഡിംഗ് ആണ് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഗതി. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ ചാർട്ടിൽ ആഡ് ചെയ്തു വെച്ച് അവസാനം ഒരു തീരുമാനം എടുക്കാൻ പാടുപെടും. ചാർട്ടിൽ നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതാണ് ഇതിന് പ്രധാന കാരണം. നിങ്ങളൊരു 100 ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് അതെല്ലാം മാറ്റിവെച്ച് ഇതുപോലുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഈ സ്മാർട്ട് മണി ഇൻഡിക്കേറ്ററോട് കൂടി സ്മാർട്ട് മണി സ്കാനറും നിങ്ങൾക്ക് ഡെയിലി ഒരു ടാർഗറ്റും ഒരു SL-ഉം എല്ലാ എൻട്രിക്കും ഒപ്പം കിട്ടുന്നു. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് ആണ് വേണ്ടത് ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യാൻ? ഈ സ്മാർട്ട് മണി സ്കാനർ എന്താണെന്നും സ്മാർട്ട് മണി എന്താണെന്നുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഈ വീഡിയോയ്ക്ക് താഴെ വീഡിയോ എന്ന് കമന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇനി ട്രേഡിംഗിൽ ക്ലാരിറ്റി ആണ് വേണ്ടതെങ്കിൽ ബ്രേക്ക് പോയിന്റ് ഉപയോഗിക്കുക. സ്മാർട്ട് മണി സ്കാനർ നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ കണ്ടത് സ്വിങ്ങിന് എങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പേജ് ഫോളോ ചെയ്തോളൂ.